Hello and welcome back. നമ്മൾ സബ്വേർഷൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഇൻട്രൊഡക്ഷനും കണ്ടു കഴിഞ്ഞു. Now we look at the architecture of subversion. ഈ ഒരു ഡയഗ്രം നോക്കുകയാണെങ്കിൽ you can see the representation of subversion architecture. ഈ ഒരു ഡയഗ്രാമിൽ on one end you have the repositories where all your version data is stored. On the other end you have the client where the local copies are managed. ഈ സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്കും തിരിച്ചും ഡേറ്റ ഫ്ലോ ചെയ്യാനായിട്ട് യു ഹാവ് മൾട്ടിപ്പിൾ റൗട്ട്സ്. ഇതിൽ ഓരോ റൗട്ട്സ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാം. നിങ്ങൾ ഈ ഡയഗ്രാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അറ്റ് ദ ടോപ്പ് മോസ്റ്റ് യു ഹാവ് യുവർ ക്ലയൻറ്റ്, അതായത് നമ്മളുടെ യൂസേഴ്സ് ഹു ആക്സസ് ദിസ് സബ്വേർഷൻ ഡേറ്റ. അതൊന്നില്ലെങ്കിൽ നിങ്ങളുടെ കമാൻഡ് ലൈൻ ആയിട്ടായിരിക്കാം, ഓർ ഇറ്റ് കെൻ ബി ത്രൂ GUI ആപ്സ്. സോ കമാൻഡ് ലൈൻ ആണെങ്കിൽ all your commands will be text based, and അതല്ല GUI ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ ആയിട്ടുള്ള ക്ലിക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ക്ലയൻറ്റിൽ നിന്ന് നിങ്ങളുടെ കമാൻഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്ലയൻറ്റ് ലൈബ്രറി ആയിരിക്കും. അതായത് ഓരോ കമാൻഡിൻ്റെയും ഉപയോഗവും അതിൻ്റെ കറസ്പോണ്ടിങ് മെത്തേഡ്സും നിങ്ങളുടെ ക്ലയൻറ്റ് ലൈബ്രറിയിലായിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക. ദിസ് ക്ലയൻറ്റ് ലൈബ്രറി വിൽ ടോക്ക് വിത്ത് ദ വർക്കിംഗ് കോപ്പി മാനേജ്മെൻറ്റ് ലൈബ്രറി. നമ്മൾ പറഞ്ഞു വർക്കിംഗ് കോപ്പിയുടെ ക്യാഷ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുപോലെ ടെമ്പററി വേർഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്യാനാണ് നിങ്ങളുടെ ഈ ലൈബ്രറീസ് ഉപയോഗിക്കുക. ഈ ലൈബ്രറീസിൽ നിന്ന് നിങ്ങളുടെ ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത് ഇസ് ടു യുവർ RA ലെയർ, അതായത് നിങ്ങളുടെ റെപ്പോസിറ്ററി ആക്സസ് ലെയർ. സബ്വേർഷൻ റെപ്പോസിറ്ററീസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആക്സസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലെയറാണ് നിങ്ങളുടെ RA ലെയർ. RA ലെയറിൽ യു ഹാവ് 3 ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ഫ്ലോസ്. വൺ ഇസ് ദ DAV module. അതായത് നമ്മൾ പറഞ്ഞു റെപ്പോസിറ്ററിയിലേക്ക് യു ഹാവ് 2 നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. വൺ ഇസ് ദി അപ്പാച്ചെ വെബ് DAV സെർവർ ആൻഡ് ദി അതർ ഇസ് SVN സെർവ്. അങ്ങനെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് 2 തരത്തിലാണ് നിങ്ങൾ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക. ഒന്നില്ലെങ്കിൽ അപ്പാച്ചയുടെ വെബ് DAV മോഡൽ, അഥവാ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഓത്തറിംഗ് ആൻഡ് വേർഷനിങ് പ്രോട്ടോകോൾ, ഓർ ദ സബ്വേർഷൻ SVN സെർവ് പ്രോട്ടോകോൾ. അപ്പോൾ DAV മോഡ്യൂൾ ആണെങ്കിൽ ഇറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ് യൂസിങ് ദി അപ്പാച്ചെ സെർവർ. SVN മോഡ്യൂൾ ആണെങ്കിൽ ഇറ്റ് വിൽ ടോക്ക് ടു ദി SVN സെർവർ. ഈ 2 സെർവേഴ്സും നിങ്ങളുടെ സബ്വേർഷൻ റെപ്പോസിറ്ററിയിൽ ആക്സസ് ചെയ്യാം. സോ ദീസ് ആർ 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ കൂടെ അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ലോക്കൽ മോഡ്യൂൾ ഉപയോഗിച്ച് റെപ്പോസിറ്ററി ആക്സസ് ചെയ്യാം. ദാറ്റ് ഇസ് യുവർ തേർഡ് വേ. ഓക്കെ, സോ ക്ലയൻറ്റിൽ നിന്ന് നിങ്ങളുടെ RA ലെയറിലേക്ക് വരുമ്പോൾ യു ഹാവ് 3 ഓപ്ഷൻസ്. ഒന്ന് ഇസ് ദി അപ്പാച്ചെ സെർവർ വേ, പിന്നെ ദി SVN സെർവ് മോഡ്യൂൾ, ഓർ ലോക്കലി ഡയറക്ട്ലി ടു ദ റെപ്പോസിറ്ററി. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ടും നിങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതാണ്, ആൻഡ് ദിസ് വൺ ഈസ് എ ലോക്കൽ ആക്സസ്. സബ്വേർഷൻ റെപ്പോസിറ്ററിയിൽ നമ്മൾ പറഞ്ഞു വി ഹാവ് 2 ഡേറ്റാബേസസ് പോസിബിൾ. ഒന്നില്ലെങ്കിൽ യു കൻ സപ്പോർട്ട് ദ ബെർക്ക്ലി ഡേറ്റാബേസ്, ഓർ യു കൻ സപ്പോർട്ട് ദി FSFS ഡേറ്റാബേസ്. ഇതിലേതെങ്കിലും ഒരു ഡേറ്റാബേസിലായിരിക്കും നിങ്ങളുടെ എൻറ്റയർ വേർഷൻ ഫയൽസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ഫുൾ പ്രോജക്റ്റോ നിങ്ങളുടെ എൻറ്റയർ റെപ്പോസിറ്ററിയോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇതിലേതെങ്കിലും ഒരു ഡേറ്റാബേസിലായിരിക്കും. ആ ഡേറ്റാബേസ് ആയിരിക്കും നിങ്ങളുടെ റെപ്പോസിറ്ററി ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അപ്പം ദിസ് ഇസ് യുവർ ഓവറോൾ വ്യൂ ഓഫ് ദ സബ്വേർഷൻ ആർക്കിടെക്ചർ. സോ സബ്വേർഷൻ്റെ കോമ്പണൻസ് നോക്കുകയാണെങ്കിൽ ദീസ് ആർ ദ ഡിഫറെൻറ്റ് കോമ്പണൻസ് യു ഹാവ് ഇൻ ദ സബ്വേർഷൻ റെപ്പോസിറ്ററി. അതായത് നിങ്ങളുടെ സബ്വേർഷനിൽ ഓരോ കമാൻഡ്സും അതിൻ്റെ ഫങ്ഷനാലിറ്റി അനുസരിച്ച് ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. The first component is your SVN module. അതായത് ഒരു ക്ലയൻറ്റിന് ഉപയോഗിക്കാനുള്ള എല്ലാ കമാൻഡ്സും നിങ്ങളുടെ SVN മോഡ്യൂളിലായിരിക്കും ഗ്രൂപ്പ്ഡ് ആയിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഫയല് കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ റെപ്പോസിറ്ററിയിൽ നിന്ന് ഒരു വർക്കിംഗ് കോപ്പി ചെക്ക്ഔട്ട് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ ക്ലയൻറ്റ് ലെവൽ കമാൻഡ്സും നിങ്ങളുടെ SVN മോഡ്യൂളിലായിരിക്കും ഗ്രൂപ്പ്ഡ് ആയിരിക്കുക. സെക്കൻഡ് കോമ്പണൻറ്റ് ഇസ് SVN വേർഷൻ. ഒരു ഫയലിൻ്റെയോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കോപ്പിയുടെയോ സ്റ്റേറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കമാൻഡ്സും SVN വേർഷൻ മോഡ്യൂളിലായിരിക്കും അടങ്ങിയിരിക്കുക. തേർഡ് വൺ ഇസ് യുവർ SVN ലുക്ക്. ഒരു റെപ്പോസിറ്ററിയുടെ കണ്ടീഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റസോ ഇൻസ്പെക്ട് ചെയ്യാൻ, അതായത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കമാൻഡ്സ് വിൽ ബി അണ്ടർ SVN ലുക്ക്. SVN ലുക്കിൻ്റെ അടിയിൽ വരുന്ന ഒരു കമാൻഡ്സും ഒരു റെപ്പോസിറ്ററിയെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് കൻ ഓൺലി ബി യൂസ് ടു ഇൻസ്പെക്ട് ദ സ്റ്റേറ്റസ് ഓഫ് എ റെപ്പോസിറ്ററി. Fourth command or the fourth component is the SVN admin module. On an admin level, നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ അപ്ഡേഷൻ നടത്താനോ SVN മോഡ്യൂളിലെ കമാൻഡ്സ് നമുക്ക് ഉപയോഗിക്കാം. The next one is the mod dav SVN module.
നിങ്ങളുടെ അപ്പാച്ചയുടെ സെർവർ ഉപയോഗിക്കുകയാണെങ്കിൽ DAV മോഡ്യൂളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ്സ് ആയിരിക്കും mod dav svnൽ വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ SVN serve എന്ന് പറയുന്ന സെർവർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എല്ലാ കമാൻഡ്സും നിങ്ങളുടെ SVN serve എന്ന് പറയുന്ന മോഡ്യൂളിലായിരിക്കും അടങ്ങിയിരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് യുവർ SVN dump filter. നിങ്ങളുടെ SVN റെപ്പോസിറ്ററിയിലെ ഓരോ കമാൻഡ്സിന്റെയും ഹിസ്റ്ററി സ്റ്റോർ ചെയ്യുന്ന ഡംപ് ഫയൽസ് ഉണ്ടായിരിക്കും. അതായത് ഓരോ യൂസേഴ്സും ഒരു സബ്വേർഷനിൽ ചെയ്യുന്ന എല്ലാ കമാൻഡ്സിനും ഹിസ്റ്ററി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ആ ഹിസ്റ്ററിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഡംപ് ഫയലിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ്സ് ആയിരിക്കും നിങ്ങളുടെ SVN dump ഫിൽറ്ററിൽ വരിക. സെക്കൻഡ് ലാസ്റ്റ് വൺ ഈസ് യുവർ SVN സിങ്ക് മോഡ്യൂൾ. അതായത് നിങ്ങളുടെ റെപ്പോസിറ്ററിയിലെ ഡേറ്റ കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ സിങ്ക്രണൈസ് ചെയ്യാനും ഉപയോഗിക്കുന്ന എല്ലാ കമാൻഡ്സും നിങ്ങളുടെ SVN സിങ്കിൽ അടങ്ങിയിരിക്കും. ദ ലാസ്റ്റ് വൺ ഈസ് യുവർ SVN dump. അതായത് ഒരു റെപ്പോസിറ്ററിയിലെ ഹിസ്റ്ററി ഡംപ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി ഓഫ് ഓൾ യുവർ കമാൻഡ്സ് അതൊരു നെറ്റ്വർക്കിൽ കൂടെ നിങ്ങൾ ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുകയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ കമാൻഡ്സും നിങ്ങൾ SVN dump എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പണന്റിലായിരിക്കും അടങ്ങിയിരിക്കുക. I hope you understood the architecture of Subversion. Thank you for listening.